മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് പതിവ് പോലെ ഇൻ-ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. കഴിഞ്ഞ സെഷനിൽ ഒരു നേട്ടത്തിൽ തന്നെയാണ് US വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്കിനെ സംബന്ധിച്ച് 18475 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസും S&P 500ഉം ഒരു നേട്ടം തന്നെ പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ പ്രിയ, ഇന്നലെ വീണ്ടും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ കാണാൻ സാധിച്ചു. ഇത് നമ്മുടെ എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെയായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഒരു മൂവ്മെന്റ്. ബട്ട് ഡൗ ജോൺസ് ഇൻഡെക്സിൽ ഇനി നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എന്തെന്നാൽ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് സോണിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ലെവലിൽ നിന്ന് അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 40,400 മുതൽ 40,600 പോയിന്റ് വരെ. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇറ്റ് വാസ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. എന്തെന്നാൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് ക്ലോസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതിന്റെ ഒരു പ്രധാന കാരണം ഇന്നലെ നമുക്ക് ടെസ്ല പോലെ മേജർ ടെക്നോളജി സ്റ്റോക്സിലൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിച്ചെങ്കിലും ആ ഒരു നേട്ടം നിലനിർത്താൻ സാധിച്ചില്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ദി അണ്ടർ ടോൺ ഇസ് വെരി മച്ച് എ ബുള്ളിഷ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ഒരു ചാൻസും ഇപ്പൊ കാണുന്നില്ല. മൈ എക്സ്പെക്ടേഷൻ ഈ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിങ്ങിന് ശേഷം വീണ്ടും ഒരു മുന്നേറ്റം തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ബ്രണ്ട് ക്രൂഡിനെ സംബന്ധിച്ച് 0.17% ഒരു ഇടിവിൽ ബാരലിന് 84.71 റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ WTI ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 3 സെഷൻസ് ആയിട്ട് ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ബിറ്റ്വീൻ $80.50 ആൻഡ് $84. ഈ രണ്ട് ലെവലിൽ തന്നെയായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ്. അതായത് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $80 50 സെന്റിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിംഗിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ $83 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 83 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 84, അതിനെ തുടർന്ന് $85 ആയിരിക്കും. ഗോൾഡിലേക്ക് വരുമ്പോൾ 0.36% നേട്ടത്തിൽ ട്രൈ ഔൺസിന് 2431 എന്ന റേഞ്ചിലാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ റിവ്യൂ എന്താണ്? ഗോൾഡിന്റെ അണ്ടർടോൺ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ടു ബി അഗെയിൻ ബുള്ളിഷ്. ആൻഡ് നമ്മൾ ഗോൾഡിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിട്ടുള്ള $2,422 വളരെ അടുത്തോട്ട് $2,422 വളരെ അടുത്തോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. വൺ കറക്ഷൻ, റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 2,454, ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ലോങ് പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $2,395 ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആഭ്യന്തര വിപണിയിൽ 24,586 എന്ന റേഞ്ചിൽ 85 പോയിന്റിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ സെഷനിൽ 24,635 എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50യുടെ അടുത്ത മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 24,700 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഒരു 200 പോയിന്റ് കുതിപ്പ് കാണാൻ സാധിക്കും. സോ 24,900, അതിനെ തുടർന്ന് 25,200 പോയിന്റ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബുള്ളിഷ് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ നിഫ്റ്റി 50 24,150 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അതുപോലെ നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോൾ കഴിഞ്ഞൊരു സെഷനിൽ 177 പോയിന്റിന്റെ നേട്ടത്തിൽ 52,455.9 എന്നുള്ള റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നാളെ മാർക്കറ്റ് അവധി ആയതിനാൽ തന്നെ ഇന്നിപ്പോൾ നിഫ്റ്റി ബാങ്കിന് കൂടി എക്സ്പയറി ആണ്. നിഫ്റ്റി ബാങ്കിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദ ഡേ കാഴ്ചവെച്ചത്. ബട്ട് ബൈ ക്ലോസിംഗ് നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിച്ചു. ബട്ട് ഈ ബാങ്കിങ് മേഖലയിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഈസ് ദ PSU ബാങ്ക് ഇൻഡെക്സ്. ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം ഇന്നലെ ആയിരുന്നു വീണ്ടും PSU ബാങ്കിങ് സ്റ്റോക്സിൽ നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചത്.
അതിൽ എടുത്തു പറയാനുള്ളത് സ്മോൾ PSU ബാങ്കിങ് സ്റ്റോക്സ്, പർട്ടിക്കുലർലി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, IOB, സെൻട്രൽ ബാങ്ക് മുതലായ ബാങ്കുകൾ. ആൻഡ് ട്രേഡിംഗ് പർപ്പസിന് വേണ്ടി ഇത്തരം ബാങ്കുകൾ തന്നെ ആയിരിക്കണം അടുത്ത 3-4 സെഷൻസിൽ നമ്മൾ ശ്രദ്ധ മുഴുവൻ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ കമ്പനികളുടെ റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. പല കമ്പനികളും അവരുടെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ HDFC AMCയുടെ റിസൾട്ടുകളിലേക്ക് നോക്കുകയാണെങ്കിൽ 26% ഒരു മുന്നേറ്റം അവരുടെ നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വരുമാനം പരിശോധിക്കുമ്പോൾ 35% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടോട്ടൽ ഇൻകത്തിലും ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെയാണ് ഇത്തവണ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള നമ്പേഴ്സ് കമ്പനിയെ സംബന്ധിച്ച് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് HDFC AMCക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സെഷനിൽ HDFC AMCയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ച് 0.67% ഒരു മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ടായിരുന്നു. HDFC AMCയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? അതിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അണ്ടർടോൺ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി ബുള്ളിഷ്. ആൻഡ് ഇന്നലെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലായിരുന്നു HDFC AMC ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ നിലവിലുള്ള ഒരു ബുള്ളിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 4030 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ്ലി അത് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് HDFC AMCയെ കുറിച്ച് സംസാരിച്ചതുകൊണ്ട് ഇതേപോലെ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് UTI AMC. UTI AMCയുടെ കേസിൽ നമുക്ക് ഇന്നലെ ഒത്തിരി ബുള്ളിഷ്നെസ് കാണാൻ സാധിച്ചു. സോ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് പല AMC കമ്പനീസിന്റെ സ്റ്റോക്സ് നമുക്ക് ഇന്ന് ഷെയർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമ്മൾ ഫോക്കസ് കൊടുക്കണം. എന്തെന്നാൽ നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ വളർച്ച നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും ദ ഇൻഫ്ലോ ഇൻ ടു മ്യൂച്വൽ ഫണ്ട്സ് ഇസ് ഇൻക്രീസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ in the immediate അടുത്ത 2-3 years വരെ നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ I think the business is going to be excellent for AMC companies. Yes, അതോടൊപ്പം തന്നെ ജിയോ ഫിനാൻഷ്യൽ സർവീസസിൻ്റെ റിസൾട്ടുകളും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് ഒരു 6% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 312 കോടി രൂപയായിട്ട് ഇത്തവണ അവരുടെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും സീക്വൻഷ്യൽ ബേസിസിൽ വളരെ നേരിയ തോതിലുള്ള ഒരു മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയത്. 310 കോടി രൂപയിൽ നിന്നും 312 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വരുമാനം പരിശോധിക്കുന്ന സമയത്തും ഒരു മാർജിനൽ ആയിട്ടുള്ള മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയത്. 417 കോടി രൂപയായിട്ട് ജിയോ ഫിന്നിൻ്റെ റവന്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജിയോ ഫിന്നിനെ സംബന്ധിച്ചും കഴിഞ്ഞൊരു സെഷനിൽ ഒരു നേട്ടത്തിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഓൾമോസ്റ്റ് ഒരു 1.5% നേട്ടം പ്രകടമാക്കി 355 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ജിയോ ഫിന്നിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സാർ, ഈ ഒരു റിസൾട്ട് എക്സ്പെക്ടേഷൻസ് എന്തായിരുന്നു? റിസൾട്ടിൽ നത്തിങ് വെരി സർപ്രൈസിങ്. എൻ്റെ എക്സ്പെക്റ്റഡ് ലൈൻസിൽ തന്നെയായിരുന്നു റിസൾട്ട്സ്. ആൻഡ് ജിയോ ഫിനാൻഷ്യൽ നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തന്നെ ഇതിനെ കരുതണം. ആൻഡ് ഐ തിങ്ക് വരും വർഷങ്ങളിൽ ഇത് നമുക്ക് ഒത്തിരി നേട്ടം തരാൻ പോകുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഞാൻ ജിയോ ഫിന്നെ കൺസിഡർ ചെയ്യുന്നത്. പേഴ്സണലി എൻ്റെ പോർട്ട്ഫോളിയോ ഐ ഹാവ് എൻ എക്സ്പോഷർ ടു ജിയോ ഫിൻ. ആൻഡ് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ 360 രൂപയായിരിക്കും. 360ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഐ വിൽ യൂസ് ഇറ്റ് ആസ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. നിലവിലുള്ള ഈ ഒരു ബുള്ളിഷ്നെസ് ഇല്ലെങ്കിൽ ഇത് തിരിച്ചൊരു ബെയറിഷ് പാറ്റേണിലോട്ട് റിവേഴ്സ് ചെയ്യണമെങ്കിൽ 340 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു 340ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് റിസൾട്ട് റിലീസ് ചെയ്ത മറ്റൊരു പ്രധാന കമ്പനി. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് 46% ഒരു മുന്നേറ്റമാണ് അറ്റാദായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയെ സംബന്ധിച്ച് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കാണാം, അല്ലെങ്കിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് തന്നെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. 20% ഒരു മുന്നേറ്റത്തിൽ 2799 കോടി രൂപയായിട്ട് ഇത്തവണ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉയർന്നതായിട്ട് കാണാം. കഴിഞ്ഞ സെഷനിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കണ്ടിരുന്നു. 5%-ലധികം നേട്ടത്തിൽ 68 രൂപ എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്,
യൂക്കോ ബാങ്ക് മുതലായ ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ഇന്നലെ നമുക്ക് നല്ല ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്സ് ഒക്കെ തന്നെ കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേണിൽ പെട്ടിരിക്കുകയായിരുന്നു. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഈ ഒരു സൈഡ് വേസ് പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നൽകാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. ഈ ബാങ്കുകളിൽ നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ഇതിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 72 രൂപയിലായിരിക്കും. സോ 72 രൂപയ്ക്ക് 74 ഇടയ്ക്ക് പ്ലീസ് എക്സ്പെക്ട് എ ലോട്ട് ഓഫ് റെസിസ്റ്റൻസ്. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ റിസൾട്ട് വരാനിരിക്കുന്ന പ്രധാന കമ്പനികളിൽ ഒരു കമ്പനി ബജാജ് ഓട്ടോയാണ്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 9685 എന്ന റേഞ്ചിലാണ് ക്ലോസ് ഉണ്ടായിരുന്നത്. സോ ബജാജ് ഓട്ടോയിൽ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഓട്ടോ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 10-15 സെഷൻസ് ആയിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിൽ ആയിരുന്നു ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വന്നത്. നല്ലൊരു സപ്പോർട്ട് ബേസ് 900-300 രൂപയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. മെയിൻറ്റെയിൻ ദ സ്റ്റോപ്പ് അറ്റ് 9300. പുതിയൊരു ലോങ് പൊസിഷൻ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുൻപ് പുതിയ പൊസിഷൻസ് എടുക്കുന്നത് നോട്ട് അഡ്വൈസബിൾ. ബട്ട് ഇന്നത്തെ റിസൾട്ട് നല്ലതും ഇതിലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് ലെവൽ 9820 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും പ്രേക്ഷകരുടെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% ഒരു ഇടിവിൽ 2751 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസഗോൺ ഡോക്ക്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഈ സ്റ്റോക്കുകളൊക്കെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിന്റെ അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. നമുക്ക് ഈ സ്റ്റോക്സിലൊക്കെ ഒരു കൺസോൾട്ടേഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ നിലവിൽ കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2650 രൂപയിൽ നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ക്ലോസ് യുവർ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കിരൺ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IREDA ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2.5% ഇടിവിൽ 291 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ IREDA അഗെയിൻ ലോങ് ടേം ട്രെൻഡ് വളരെ സ്ട്രോങ് ആൻഡ് ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലെ ഈ സ്റ്റോക്ക് നമുക്കൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ നൽകിയതിന് ശേഷമായിരുന്നു നമുക്കൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ്. ബട്ട് 280 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്കിൽ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. മധു എന്ന പ്രേക്ഷകൻ റിലയൻസിലെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 3193 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ് അഗെയിൻ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ നമുക്ക് കഴിഞ്ഞ ആഴ്ച നൽകിയതിനു ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് മാറിയിട്ടുണ്ട്. അഗെയിൻ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 3120 രൂപയിലായിരിക്കണം നമ്മുടെ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമുക്കൊരു പുതിയ ട്രേഡിംഗ് പൊസിഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ 3225 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിതിൻ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൺഫാർമയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. സൺഫാർമ കഴിഞ്ഞൊരു സെഷനിൽ 0.36% ഒരു നേട്ടത്തിൽ 1583 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സൺഫാർമ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും അതിലൊരു ശക്തമായിട്ടൊരു ബൈയിങ് മൊമെന്റം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. 1540 രൂപയിലായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് ഇതിലൊരു ശക്തമായിട്ട് നമുക്കൊരു മൂവ്മെന്റ് കാണണമെങ്കിൽ 1610 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. ഒരു പ്രേക്ഷകൻ ഹാപ്പിയസ്റ്റ് മൈൻഡ്സിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.78% ഒരു നഷ്ടത്തിൽ 824 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഹാപ്പിയസ്റ്റ് മൈൻഡ് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു സൈഡ് വേസ് ടു ഒരു അല്പം ബെയറിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 800 രൂപയിൽ നമ്മൾ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക.
ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 855 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 885 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അശോക് ലൈലാൻഡിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 228 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ അശോക് ലേലൻഡിൽ കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് നമുക്കൊരു കറക്ഷൻ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു കൺസോൾട്ടേഷൻ്റെ ലാസ്റ്റ് ഫേസിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് 220 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് നമുക്ക് ഒരു വാച്ച് ലിസ്റ്റിലോട്ട് ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ഇടാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ 233 രൂപ, 233 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഒരു 10 മുതൽ 15 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1% നഷ്ടത്തിൽ 167 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ടാറ്റ സ്റ്റീൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് അഡ്വൈസ് ഒരു പുൾ ബാക്ക് നടക്കുന്ന സമയത്ത് ആ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യുക. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. അജു എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അദാനി പോർട്സിലുള്ള വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 0.63% നേട്ടത്തിൽ 1496 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ അദാനി പോർട്സ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 1525 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 1440 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ്ലി ആ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നൗ പ്രിയ എൻ്റെ ഇടയ്ക്ക് അഡാനി സ്റ്റോക്സിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഞാൻ ആക്ച്വലി ഇന്ന കാലത്ത് അഡാനി സ്റ്റോക്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് 2 അഡാനി സ്റ്റോക്സ് എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇസ് അഡാനി എനർജി സൊല്യൂഷൻ ആൻഡ് അഡാനി എന്റർപ്രൈസസ്. ഈ 2 സ്റ്റോക്കും കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് ഇതൊരു കൺസോൾട്ടേഷൻ ഫേസിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഈ അഡാനി എനർജി ശ്രദ്ധിച്ചിരിക്കണം. കാര്യം എന്തെന്നാൽ 1660 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നമുക്ക് ഈ സ്റ്റോക്ക് നല്ലൊരു മൂവ്മെന്റ് നൽകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ 3225 റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് അഡാനി ഗ്രീൻ എനർജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1840 രൂപ. ഒന്നിലധികം പ്രേക്ഷകർ RVNLന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. RVNLനെ സംബന്ധിച്ച് 0.31% നഷ്ടത്തിൽ 624 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. പ്രിയ, നമ്മൾ നേരത്തെ ഇന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആൻഡ് IREDയെ കുറിച്ച് സംസാരിച്ചിരുന്നു. സെയിം വേ RVNLന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ 40 ദിവസമായിട്ട് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ നേട്ടം നൽകിയ ഒരു മേജർ സ്റ്റോക്ക് RVNL. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് 600 രൂപയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ആൻഡ് RVNLനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലത്തെ നമ്മുടെ ഇതേ ഫോറത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു സ്റ്റോക്ക് ആയിരുന്നു IRCTC. സോ IRCTCയുടെ കേസിൽ നമുക്ക് വീണ്ടും വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്ക് IRCTC. എന്തെന്നാൽ ഈ സ്റ്റോക്കിന് 1060 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. രാഹുൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ടാറ്റ കെമിക്കൽസിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 0.22% ഒരു നേട്ടത്തിൽ 1068 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ടാറ്റ കെമിക്കൽസിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗർ അറ്റ് ദ മൊമെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 1120 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1035 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്നിലധികം പ്രേക്ഷകർ IFCIയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു സെഷനിൽ 10% ഒരു നേട്ടത്തിൽ 76 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് IFCI നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ സ്റ്റോക്കിന് ഇനിയും ഒത്തിരി നേട്ടം നൽകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ
മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ, ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് പെണ്ണാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. അത് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. 2% നേട്ടത്തിൽ 182 രൂപയിലാണ് ഈ ഒരു സ്റ്റോക്ക് ക്ലോസ് ചെയ്തത്. സോ പെന്നാർ ഇൻഡസ്ട്രീസ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 194 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുക. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 170 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ഷാൽബയിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 1.5% ഒരു നഷ്ടത്തിൽ 284 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഷാൽബി ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ബി ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 275 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കണം. ഒരു പ്രേക്ഷകൻ ടാറ്റ പവറിലുള്ള വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 1.5% നേട്ടത്തിൽ 439 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ടാറ്റ പവർ അഗെയിൻ നമ്മൾ ഇന്ന് ടാറ്റ സ്റ്റീലിനെ കുറിച്ച് സംസാരിച്ചു, ടാറ്റ കെമിക്കലിനെ കുറിച്ച് സംസാരിച്ചു. ആൻഡ് നമ്മളിപ്പോൾ ടാറ്റ പവറിന്റെ കേസ് എടുക്കുമ്പോഴേക്കും again long term trend bullish ആണെങ്കിൽ പോലും short term trend is a sideways. At the moment നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 420 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് 448 രൂപയിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. ഒരു പ്രേക്ഷകൻ TVS മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു സെഷനിൽ 2452 രൂപ 50 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. TVS Motor undertone continues to be very very bullish. TVS Motors അതിൻ്റെ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 2318 രൂപയുടെ വളരെ അടുത്തോട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. സോ ആ ഒരു റെസിസ്റ്റൻസ് സോണിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ വോളറ്റിലിറ്റി ആൻഡ് പ്രോഫിറ്റ് ടേക്കിംഗ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. പുതിയ പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ലോങ് പൊസിഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ 2400 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് കാസ്ട്രോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞൊരു സെഷനിൽ 8% നേട്ടത്തിൽ 269 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കാസ്ട്രോൾ ഇന്ത്യ. എക്സലന്റ് കമ്പനി, ക്ലീൻ ഫൈനാൻഷ്യൽസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ നമുക്ക് വീണ്ടും നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ബട്ട് കറന്റ് ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. മൈ എക്സ്പെക്ടേഷൻ ഒരു 300 രൂപയെങ്കിലും ഈ ഒരു സ്റ്റോക്ക് എത്തിച്ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രേക്ഷകൻ വാസ്കോൺ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 72 രൂപയിലായിരുന്നു കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത്. This is a small cap stock and long term trend and short term trend ഒരു sideways ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 80 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 70 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ GNFCയുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു സെഷനിൽ 0.77% ഒരു ഇടിവിൽ 680 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. GNFC മറ്റ് പല ഫെർട്ടിലൈസർ സ്റ്റോക്സിനെ പോലെ തന്നെ ഒരു ബുള്ളിഷ്നെസ് ലോങ് ടേമിൽ കാഴ്ചവെക്കുന്നുണ്ട്. ബട്ട് ഒരു ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും മറ്റ് ഫെർട്ടിലൈസർ സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 655 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 710 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. ഒരു പ്രേക്ഷകൻ NLC ഇന്ത്യയുമായി ബന്ധപ്പെട്ട വ്യൂ ആണ് ചോദിച്ചത്. കഴിഞ്ഞ സെഷനിൽ 5% നേട്ടത്തിൽ 294 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കറന്റ് ലെവൽസ് നമുക്ക് വേണമെങ്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും.
ബട്ട് ഇന്നലത്തെ ആ ശക്തമായിട്ടൊരു ക്ലോസിനെ തുടർന്ന് ഒരുപക്ഷെ ഇന്ന് നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കാൻ ചാൻസസ് ഉണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 268 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. മൈ എക്സ്പെക്ടേഷൻ സ്റ്റോക്കിൽ വരും സെഷൻസിൽ നമുക്ക് കുറെ കൂടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് BLS ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. BLS ഇന്റർനാഷണൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു കൺസോൾട്ടേഷൻ സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷനിൽ 360 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ 385 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. ഏതായാലും നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പ്രേക്ഷകരുടെ മാക്സിമം ക്വയറീസ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്.